മലപ്പുറത്തിന്റെ എല്ലാ ദിവസവും വാർത്തകളാൽ സമ്പന്നമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് ചുറ്റുമുണ്ടായ പ്രധാന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്വാഗതം വീക്കെൻഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക്. ദുരന്തം ഉണ്ടായാലെന്ത് ഇല്ലെങ്കിലെന്ത്, ജനപ്രതിനിധികൾ കടക്കമുള്ളവർക്ക് ഒരനക്കവുമില്ല. താനൂർ മൂലക്കൽ ചീരാങ്കടപ്പുറത്ത് കനോലി കനാലിന് കുറുകെയുള്ള താൽക്കാലിക നടപ്പാലം തകർന്നതിനെ തുടർന്നുള്ള അപകട യാത്ര തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. കുരുന്നു വിദ്യാർത്ഥികളെ തോളിലേറ്റി കനോലി കനാല് കടത്തിയാണ് വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചിലരാകട്ടെ അധികൃതർ യാത്രാ നിരോധനം പ്രഖ്യാപിച്ച പാലത്തിലൂടെ അതിസാഹസികമായാണ് യാത്ര ചെയ്യുന്നത്. റിപ്പോർട്ടിലേക്ക്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കനോലി കനാലിന് കുറുകെ നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ച നടപ്പാലം തകർന്നത്. ഇതോടെയാണ് പ്രദേശവാസികളുടെ യാത്രയും പ്രതിസന്ധിയിലായത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഇരുമ്പുപാലം തകർന്നതോടെയാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. നടപ്പാലം തകർന്ന് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്ര പ്രതിസന്ധിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് TCU വാർത്ത നൽകിയത്. അതീവ ഗൗരവമുള്ള ഈ കാര്യത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടും നാട്ടുകാർ വിവരങ്ങൾ നൽകിയിട്ടും ബന്ധപ്പെട്ടവരാരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ ദുരിതമാണ് ഇത്. കുട്ടികളെ ഞങ്ങൾ ദിവസം രാവിലെ വൈകുന്നേരം തോള് കയറ്റിയിട്ടാണ് കൊണ്ട് കിടക്കുന്നത്. വൈകുന്നേരം വെള്ളം നല്ല യാസയുണ്ടാവും. ഒരു 2 പഞ്ചായത്തിൽ നിന്നും ഒരു കുട്ടികൾ വന്നു നോക്കിയില്ല. ഒരു അധികാരികളോ ഈ ഭാഗത്ത് സന്ദർശിക്കുക ഒന്ന് വന്നൊക്കെ പിടിച്ച് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എന്താ ചെയ്യരുത്? ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വെള്ളം കൂടും. വൈകുന്നേരം വെള്ളം കൂടുക പറഞ്ഞാൽ കഴുത്തിനൊപ്പം വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികളെ ഞങ്ങൾ കൊണ്ടായി കൊടുക്കേണ്ടത്. അപ്പോൾ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കൊണ്ടായി കൊടുക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ ആരും ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുക. നമ്മളെ കുട്ടികളെ മാത്രമല്ല, നമ്മളെല്ലാ കുട്ടികളെ ഇവിടെ വരുന്ന കുട്ടികളെ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടാക്കി കൊടുക്കും. ഇനിയും പരിഹാരമായില്ലെങ്കിൽ താനൂർ നഗരസഭയിലേക്കും താനൂർ ഗ്രാമപഞ്ചായത്തിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. 2 പഞ്ചായത്തിലേക്കോ ഒരു ജാഥ നയിക്കും. അപ്പോൾ പ്രക്ഷോഭങ്ങളാവും, സംഘർഷങ്ങൾ വരും, പ്രശ്നങ്ങൾ വന്നാൽ അപ്പോൾ അങ്ങനത്തെ ഇതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ കണ്ണുതുറക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്ന് 2 യുവാക്കൾ മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഏറെക്കാലത്ത് കാത്തിരിപ്പിനൊടുവിലാണ് ഇരുമ്പ് പാലം നിർമ്മിച്ചത്. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പാലവും തകർന്നു. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് ഒരു ബോർഡ് സ്ഥാപിച്ചു. പലതവണ ഉദ്യോഗസ്ഥരെയും ജനപ്രതികളെയും നേരിട്ടും ഫോൺ മുഖേനയും കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് നാട്ടുകാർ തന്നെ പണം പിരിച്ച് ഒരു താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ ആഴ്ച അതും തകർന്നതോടെയാണ് നാട്ടുകാരും രക്ഷിതാക്കളും ആശങ്കയിലായത്. കേവലം പുതുകുളങ്ങര LP സ്കൂൾ, SMEP സ്കൂൾ, ദേവദാര ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമായി വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനേന ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. പാലം തകർന്നതോടെ കിലോമീറ്ററുകൾ ചുറ്റിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ചെറിയ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനും രക്ഷിതാക്കൾ മടിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും നടപ്പാലം നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. താനൂർ നഗരസഭയും താനൂർ ഗ്രാമപഞ്ചായത്തും ശ്രമിച്ചാൽ തീരാവുന്ന വിഷയമാണിത്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത്. ജില്ലയിൽ ലഹരി മാഫിയയുടെ വേരറുക്കാൻ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ശക്തമായ നടപടിയുമായി മുന്നേറുകയാണ്. പദ്ധതി ആരംഭിച്ചിട്ട് 20 ദിവസം പിന്നിടുമ്പോൾ തന്നെ 100 കണക്കിന് കേസുകളും അറസ്റ്റുകളും രേഖപ്പെടുത്തി. ലഹരി സംഘങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് പോലീസ് നൽകുന്നത്. ഇതിനകം വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 372 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസുകളിലായി 422 പ്രതികൾ അറസ്റ്റിലായപ്പോൾ 38 പേരെ കോടതി റിമാൻഡ് ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നിയന്ത്രിക്കുന്ന COTPA നിയമപ്രകാരം 59 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ ഉൾപ്പെട്ട 59 പേരെയും അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ 2.85 കിലോഗ്രാം കഞ്ചാവ്, 25 കഞ്ചാവ് ചെടികൾ, 172 ഗ്രാം MDMA, 1.05 ഗ്രാം മെത്താഫെറ്റമിൻ, 33.42 ഗ്രാം ഹാഷിഷ് ഓയിൽ, 332.9 ഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവ പിടിച്ചെടുത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധനകളും രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കങ്ങളുമാണ് ഈ വൻ പിടിച്ചെടുപ്പുകൾക്ക് വഴിവെച്ചത്. ലഹരി ഉപയോഗവും കടത്തും വ്യാപാരവും തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരി മാഫിയക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളാണ് ജില്ലയിൽ തുടരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ, വണ്ടൂർ. പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടന്ന സംഭവം നമ്മൾ കണ്ടു. റെയിൽവേ കമാനത്തിന് സമീപത്തെ 2 സ്ഥാപനങ്ങളിലായാണ് മോഷണം നടന്നത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്.
ബാത്തുൽ, ലാവിഷ് ലൂം ബൊട്ടിക് എന്നീ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ ക്യാഷ് കൌണ്ടറിൽ നിന്നും പണം നഷ്ടമായി. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും സ്ഥാപനത്തിന്റെ സുരക്ഷയോടൊപ്പം മറ്റ് കടകളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് സ്ഥാപനത്തിന് പുറത്തുകൂടി CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. നമ്മുടെ ഷോപ്പിന്റെ പുറത്തേക്ക് CCTV വെക്കുമ്പോൾ നമ്മുടെ ഷോപ്പിലെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ നാട്ടില്, നമ്മുടെ റോട്ടില്, നമ്മുടെ മക്കൾക്കെതിരെ നടക്കുന്ന ഈ സമയത്ത് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിൽ നിന്നല്ല, ലോകത്തിൽ മുഴുവൻ എല്ലാ കേസുകളും കണ്ടുപിടിക്കാൻ ഏറ്റവും ഗുണം വന്നതും കണ്ടുപിടിക്കപ്പെട്ടതും CCTV ഫൂട്ടേജാണ്. അപ്പൊ നമുക്ക് ഒരു ക്യാമറ നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ വെക്കുന്നതിന് പകരം നമ്മുടെ ഷോപ്പിന്റെ പുറത്തേക്ക് എല്ലാ ഷോപ്പുകാരും വെച്ചാൽ നമ്മുടെ ഈ ടൗണ് മൊത്തം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ നടന്നാലും, ഇതുപോലെ മോഷണോ മറ്റ് കൊലപാതകങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ, നമ്മുടെ മക്കളൊക്കെ സ്കൂൾക്ക് പോണ പല ആളുകളും പല രൂപത്തിൽ സഞ്ചരിക്കുന്ന വഴികളാണല്ലോ. അപ്പൊ ഇവിടെ എന്ത് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും ഷോപ്പിന്റെ പുറത്തേക്ക് ഒരു ക്യാമറ വെക്കാൻ ഒരു സന്മനസ് ഓരോ ഷോപ്പുകാർ കാണിച്ചാല് അത് നമുക്ക് ഇത്തരം ആളുകളെ പിടിക്കാൻ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ സഹായമാകും. 2 കടകളിലും സീലിംഗ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. സംഭവത്തിൽ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എമർജൻസി ലാമ്പിൽ 10 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കടത്താൻ ശ്രമിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാബിൽ ഒളിപ്പിച്ച 10 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പോലീസ് പിടികൂടി. 1165 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പോലീസ് പിടികൂടിയത്. ദുബായിൽ നിന്നും ഫ്ലൈനസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ കൊണ്ടോട്ടി കീഴ്ശ്ശേരി കുഴിമണ്ണ നീലക്കുഴിയിൽ 40 വയസ്സുള്ള അസ്ലമാണ് പിടിയിലായത്. ലഗേജിനുള്ളിൽ സൂക്ഷിച്ച എമർജൻസി ലാബിലായിരുന്നു സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കടത്തിയത്. വിദേശത്ത് നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 1054 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി 3 പേർ പോലീസ് പിടിയിലായത് ഈ ആഴ്ചയായിരുന്നു. 3 പേരെയും കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. വിദേശത്ത് നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കടത്താൻ ശ്രമിച്ച 1054 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി 3 പേർ പോലീസ് പിടിയിൽ. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് പരിസരത്ത് സംശയാസ്പദമായ നിലയിൽ കണ്ട ആളുകളെ പരിശോധിച്ചതോടെയാണ് സ്വർണം പിടികൂടിയത്. റാസൽ ഖൈമയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന യാത്രക്കാരൻ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള 131 പവൻ സ്വർണ്ണ മിശ്രിതമാണ് പോലീസ് പിടികൂടിയത്. യാത്രക്കാരനായ കണ്ണൂർ കോളത്തുവയൽ 5-ാം പീടിക സ്വദേശി 32 വയസ്സുള്ള തസ്ലീം പാറക്കൽ എന്നയാളെ ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി എയർപോർട്ടിലെത്തിയ വടകര സ്വദേശികളായ 37 വയസ്സുള്ള എ റബീഷ്, 56 വയസ്സുള്ള ആഷീം എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെത്തിയ കാറും കസ്റ്റഡിയിലെടുത്തു. കേരള വിഷൻ, കൊണ്ടോട്ടി. ജില്ലയിൽ പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ ആഴ്ച തന്നെ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. യുവാവിന് 51 വർഷം കഠിന തടവും 1,90,000 രൂപ പിഴയും വിധിച്ചു. പ്രതി ഷംസാദിനെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത്. പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി പരിചയം സ്ഥാപിച്ച ശേഷം 2018 സെപ്റ്റംബർ 20-നും അതിനു മുൻപുള്ള ദിവസങ്ങളിലുമായി വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തി തിരികെ നൽകാതെ വഞ്ചിച്ചതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നു. പോക്സോ നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് ശിക്ഷ വിധിച്ചത്. 20 വർഷം വീതം 2 വകുപ്പുകളിലായി തടവും മറ്റു വകുപ്പുകളിലെ ശിക്ഷകളും ഉൾപ്പെടെ ആകെ 51 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം പരിഗണിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള വിഷൻ, തിരൂർ. നിരവധി പോക്സോ കേസുകളിലെ പ്രതിയായ ഉസ്താദ് ബീഹാറിൽ പിടിയിലായി. മലപ്പുറം ആദവനാട് സ്വദേശി MK മുഹമ്മദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി 20ഓളം പോക്സോ കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഇത്തരത്തിൽ ഒരു പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് ഇതാദ്യമായാണ്. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 14 കേസുകളും താനൂരിൽ 4 കേസുകളും കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളുമാണ് നിലവിൽ പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബീഹാറിൽ വച്ചാണ് പ്രതി പിടിയിലായത്. അജ്മീറിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെ ബീഹാറിലേക്ക് കടക്കുകയായിരുന്നു. നിലവിൽ ഡൽഹിയിൽ നിന്നും ഇന്ന് വൈകിട്ടോടെ പ്രതിയെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിക്കും. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരള വിഷൻ, വളാഞ്ചേരി. മാറഞ്ചേരിയിൽ ഫുട്ബോൾ പരിശീലകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. 26 വയസ്സുള്ള പുത്തൻപുരയ്ക്കൽ
നിബ്രാസ് ആണ് അറസ്റ്റിലായത്. ഫുട്ബോൾ പരിശീലന കേന്ദ്രം നടത്തുന്ന ഇയാൾ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുകയായിരുന്നു. റിപ്പോർട്ടിലേക്ക്. വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ഫുട്ബോൾ പരിശീലകനാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. മാറഞ്ചേരി പുത്തൻപുരയിൽ നിബ്രാസാണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായത്. വിദ്യാർത്ഥികളുടെ മൊഴിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫുട്ബോൾ പരിശീലന കേന്ദ്രം നടത്തുകയായിരുന്നു ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അപ്രതീക്ഷിത അതിഥിയെ കണ്ടി ബസ് ജീവനക്കാരും യാത്രക്കാരും ഞെട്ടി. കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന കുവൈറ്റ് സ്വകാര്യ ബസ്സിനുള്ളിൽ പാമ്പിനെ കണ്ട സംഭവം വലിയ വാർത്തയായിരുന്നു. ബസിന്റെ മുൻഭാഗത്ത് ഡ്രൈവർ സീറ്റിന് സമീപമാണ് പാമ്പ് നിലയുറപ്പിച്ചത്. തുടർന്ന് ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ നീണ്ട പരിശോധനയിലാണ് പാമ്പിനെ പുറത്തിറക്കിയത്. അപ്രതീക്ഷിത അതിഥിയെ കണ്ട് ഞെട്ടി ജീവനക്കാരും യാത്രക്കാരും. കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന കുവൈറ്റ് സ്വകാര്യ ബസ്സിനുള്ളിലാണ് പാമ്പിനെ കണ്ടത്. ബുധനാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. സർവീസ് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി ബസ്സിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഡ്രൈവറുടെ ശ്രദ്ധയിൽ പാമ്പ് പെടുന്നത്. സ്റ്റിയറിംഗിന് താഴെയുള്ള ഭാഗത്തു നിന്നും പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ഭയന്നുപോയ ഡ്രൈവർ ഉടൻ തന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറി. തുടർന്ന് മറ്റ് ജീവനക്കാരും നാട്ടുകാരും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. ടോർച്ചും വടികളുമായി ബസ്സിനുള്ളിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി ബസ്സിന് പുറത്തെത്തിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ബസ്സിനുള്ളിൽ പാമ്പിനെ കണ്ടത് ജീവനക്കാരിലും യാത്രക്കാരിലും വലിയ പരിഭ്രാന്തി പരത്തി. കേരള വിഷൻ, വളാഞ്ചേരി. പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസ് വലിയ വാർത്തയായിരുന്നു. ഈ കേസിലെ പ്രതിയായ ചമ്രവട്ടം സ്വദേശി തുമ്പിൽ അജ്മലിനെ തിരൂർ പോലീസ് രാമനാട്ടുകരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തെ BP അങ്ങാടി ബൈപ്പാസിൽ വെച്ച് പ്രതി വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. റിപ്പോർട്ട് കാണാം. പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ 22-കാരനായ ചമ്രവട്ടം സ്വദേശി തുമ്പിൽ അജ്മലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം പെരിന്തല്ലൂരിൽ നിന്ന് തിരൂർ ഭാഗത്തേക്ക് പ്രതി വരുന്നുണ്ടെന്ന് രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ CI അനിൽ മേപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ CPO ആശിഷ് സ്റ്റീഫൻ, CPO അനന്തു എന്നിവർ BP അങ്ങാടി ബൈപ്പാസിലെത്തി. പോലീസുകാരെ കണ്ട അജ്മൽ പിന്തുടർന്നെത്തിയ പോലീസുകാരെ വാഹനമിടിച്ച് കൊലപ്പെടുത്താനും ശ്രമിച്ചു. പോലീസുകാർ ഉപയോഗിച്ച ബൈക്ക് 100 മീറ്ററോളം ദൂരം നിരക്കി കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് അജ്മൽ സ്വന്തം വാഹനമെടുത്ത് ഇവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ പ്രതിയെ രാമനാട്ടുകരയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI സുജിത്, SI വിശാഖ്, CPO അനീഷ്, അനന്തു, ടോണി വർഗീസ് എന്നിവരടങ്ങുന്ന സംഘം രാമനാട്ടുകരയിലെത്തി പ്രതിയെ വിദഗ്ധമായി പിടികൂടി. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീക്കെൻഡിനി അടുത്ത വാരം. നമസ്കാരം.